ചെയ്യുന്ന ജോലിയോടൊപ്പമാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്യുന്ന എന്തൊരു വർക്ക് ആയിക്കോട്ടെ, അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം, ഒരു വരുമാനം എല്ലാം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്ന ഈ ഒരു കമ്പനി കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ബാംഗ്ലൂരിനടുത്ത് ഹുസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ MD കൂടിയായിട്ടുള്ള മിസ്റ്റർ വിജയമുരുകൻ സാർ, അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ അടുത്ത 30 മിനിറ്റ് നേരം ഇവിടെ ഇന്ന് എല്ലാവരും കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായും വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിരിക്കും. അങ്ങനെ ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ ഇന്ന് നമുക്ക് പറഞ്ഞു തരുവാനായിക്കൊണ്ട് നമ്മുടെ എല്ലാം സുഹൃത്തും അതേപോലെ തന്നെ ദ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിസ്റ്റർ ഷിജു സാർ ഫ്രം ട്രിവാൻഡ്രം, അദ്ദേഹം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ ചെയ്യാനായിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു കുറച്ച് നേരത്തേക്ക്, അടുത്തൊരു 30 മിനിറ്റ് നേരത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് ചെയ്യണം, ജസ്റ്റ് മൊബൈൽ ഫോണുകളും കാര്യങ്ങളെല്ലാം ഒന്ന് സൈലന്റ് ചെയ്ത് വെച്ചുകൊണ്ട്, അല്ലെ, വേറെ ഡിസ്റ്റർബൻസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു മനസ്സോടുകൂടെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അതിനു വേണ്ടിക്കൊണ്ട് ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ പറഞ്ഞു തരുവാനായിക്കൊണ്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ഷിജു സാറിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം സാർ. താങ്ക് യു കുമാർ സാർ. ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷിജു, ട്രിവാൻഡ്രം. കഴിഞ്ഞ 3 മാസത്തോളമായി വളരെ ആക്റ്റീവായിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ലീഡേഴ്സ് നല്ല രീതിയിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ വിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നൈൽ കാർഡ് എന്നും ആ നൈൽ കാർഡിൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്നും പറഞ്ഞു തരാനായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നൈൽ കാർഡിൻ്റെ ഈ ബിസിനസ് പ്രോഗ്രാമിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എല്ലാവരും നമ്മുടെ ഈ ബിസിനസ് പ്രോഗ്രാം കേൾക്കുമ്പോൾ വരുന്ന ഒരു 30 മിനിറ്റ്, ഒരു 30-35 മിനിറ്റിനകത്ത് ഈ ബിസിനസ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു തുറന്ന മനസ്സോടുകൂടി, ഓപ്പൺ മനസ്സോടുകൂടി എന്ത് ചെയ്യുക, ഈ ബിസിനസ് പ്രോഗ്രാം വരുന്ന ഒരു 35 മിനിറ്റ് എല്ലാവരും കേൾക്കുക. കേൾത്തതിന് ശേഷം നല്ലൊരു തീരുമാനത്തിലെത്തുക. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ് പ്ലാനുകളുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് കൂടിയാണെന്ന് അറിയാമല്ലേ. നമുക്ക് 1999 കാലഘട്ടങ്ങളിലാണ് ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകൾ വരികയും ഇന്ന് ലോകത്തുള്ള എല്ലാ മേഖലകളിലും അവരൊരു ബിസിനസ്സിൻ്റെ വലിയൊരു ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയായി ആമസോൺ മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്. അന്ന് എന്താ പറയുക, ആ സമയങ്ങളിലൊന്നും നമ്മുടെ കയ്യിലൊന്നും ആൻഡ്രോയിഡ് സെറ്റ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു മിഷൻ ഉണ്ടായിരുന്നു, ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്ന് വേൾഡിലെ മാർക്കറ്റിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഇന്ന് ആമസോണിൻ്റെ കയ്യിലുണ്ട് അല്ലേ. ഒരു ഇൻ്റർനെറ്റും അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റും മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റും ഇന്നെന്തില്ല, ആമസോൺ ഇല്ല. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കമ്പനികൾ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അലിബാബ, അങ്ങനെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് പ്രോജക്റ്റുകൾ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കൺസെപ്റ്റും അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമ്മുടെ മഹാനായ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കാൻ പോകുന്ന ബിസിനസ് ഏതെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് നൈൽ കാർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഗ്രോത്ത് ആയിട്ടുള്ള ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും. അതോടൊപ്പം തന്നെ യുവാക്കൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടില്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് അവർക്ക് നഷ്ടപ്പെടും, അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ച് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് കണക്ട് ചെയ്തുള്ള ഒരു ബിസിനസ് ആശയമാണ് നൈൽ കാർഡ്. അപ്പം നേരത്തെ പറഞ്ഞു, നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഹുസൂരാണ്. കർണാടക തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ഹുസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ MDയുടെ പേര് വിജയമുരുകൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആശയമാണ് നൈൽ കാർഡ്. അപ്പം ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർവീസ് ഉണ്ട്. വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മേഖലകളിലോട്ടും ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മുടെ ഈ ബിസിനസ് എത്തിക്കുക, എല്ലാ കുടുംബങ്ങളിലോട്ടും വരുമാനം എത്തിക്കുക, അതോടൊപ്പം തന്നെ മികച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയി മാറുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുമ്പോൾ.
നമ്മുടെ കമ്പനി എല്ലാ ലൈസൻസും എടുത്തുകൊണ്ടാണ് നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മളൊരു റീചാർജ് യൂട്ടിലിറ്റി സർവീസ് കൂടെയുള്ള ഒരു സൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അറിയാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മൊബൈൽ റീചാർജ്, കറണ്ട് ബില്ല്, DTH ബില്ലൊക്കെ, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് നമ്മുടെ സൈറ്റ് വഴി ഉപയോഗിച്ച് നമുക്ക് പിന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി സർവീസുള്ള ഒരു സൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ട്. അത് ഹെർബൽ പ്രൊഡക്റ്റ്, ഹോം കെയർ പ്രൊഡക്റ്റ്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്, എനർജി പ്രൊഡക്റ്റ്, ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റ്, അങ്ങനെ ബൈക്ക്, മെൻ ആൻഡ് വുമൺ ഫാഷൻ, മോർ പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും കമ്പനി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓൾറെഡി ഹെൽത്ത് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനൊക്കെ PV റേറ്റുകൾ ഉണ്ടാവും. എന്തിനാണ് PV എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ 25 PV വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. 100 PV ഉള്ള നമുക്ക് വെൽനസ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ 50 PV പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. എന്താണ് വെൽനസ് എന്നും എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉപയോഗമെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് നമുക്ക് ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ടാവും. അത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമുക്ക് ഈ ഒരു നോളജ് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ന് നമ്മൾ ഏതൊരു കൺസെപ്റ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിലും നമ്മളല്ലേ എന്തായാലും നമുക്ക് മുതൽ മുടക്ക് വേണം, ഒരു ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് സംരംഭകനാകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നൈൽകാർട്ട് പോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കൺസെപ്റ്റ് തുടങ്ങാൻ നല്ലൊരു വെബ്സൈറ്റ് വേണം. അപ്പോൾ അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലൊരു മുതൽ മുടക്കുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാനുള്ള വലിയൊരു അവസരം നൈൽകാർട്ട് തരികയാണ്. അപ്പോൾ അതിന് നിങ്ങൾ അല്ലെ ഈ പറയുന്ന ബിസിനസ് തുടങ്ങാൻ എത്ര രൂപ മുടക്കണം? അല്ലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാൻ ഒരുപാട് ഫണ്ട് മുടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മുടെ നൈൽകാർട്ടിൽ കൂടി ഒരു പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കേവലം 750 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ പാർട്ടായി മാറാം എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ആശയം. അപ്പോൾ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് ആവാൻ വേണ്ടിയാണ് നമ്മൾ 750 രൂപ മുടക്കുന്നത്. അപ്പോൾ ഈ 750 രൂപ മുടക്കുമ്പോൾ നിങ്ങൾ എന്താ ഒരു നൈൽകാർട്ടിന്റെ ഓണർ പോലെ തന്നെയാണ് അല്ലേ. നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ മാർക്കറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൺ ചെയ്യിപ്പിക്കണം അല്ലേ. അതിൽ ആൾക്കാർ പർച്ചേസിന് വരണം, എങ്കിൽ മാത്രമേ അല്ലേ ബിസിനസ് റൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പല ആശയങ്ങൾ നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 750 രൂപ കൊടുത്ത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ കൂടി വലിയൊരു വരുമാനം നേടാനുള്ള വലിയൊരു അവസരം കമ്പനി ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്തു, 750 രൂപ കൊടുത്ത് നമ്മൾ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, അതിൽ കൂടി നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ 750 രൂപ മുടക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ അല്ലെ? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് 750 രൂപയ്ക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൈം ഷോപ്പിംഗ് മെമ്പറായി നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള, ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നു കഴിഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 750 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൂടെ കമ്പനി അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പനി ഒരു യൂട്ടിലിറ്റി സർവീസ് ഉള്ള ഒരു വെബ്സൈറ്റാണ് നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു റീചാർജ് റെഡീം പോയിന്റ് 750 രൂപയുടെ റെഡീം പോയിന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൾ റീചാർജ് സർവീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഏതാണോ നമ്മുടെ വോഡാഫോണാണോ ജിയോ ആണോ ഏതാണോ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് റെഡീം ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഷോപ്പിംഗ് റെഡീം പോയിന്റും നമുക്കൊരു 750 രൂപയുടെ ഷോപ്പിംഗ് റെഡീം പോയിന്റും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് ഉപയോഗിക്കണ്ടേ നമുക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് 3 ഉപയോഗം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഒരു അവസരം തന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ് റീചാർജ് റെഡീം പോയിന്റ് അല്ലേ? ഇവിടെ റീചാർജ് റെഡീം പോയിന്റ് സെക്കൻഡ് നമുക്ക് കിട്ടുന്ന കമ്പനിയുടെ ഒരു ഓപ്ഷനാണ്. നമുക്ക് 750 രൂപയുടെ റെഡീം പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
ഇതെങ്ങനെയാണ് റിഡീം ചെയ്യുക? എല്ലാ മാസവും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ റീചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെ പോയാലും ഒരു 4-5 ഫോണെങ്കിലും കാണും അല്ലേ? ഒരാളെ കയ്യിൽ തന്നെ 2-3 ഫോണുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ആണ്, ഒരു 2 രൂപ എക്സ്ട്രാ ചാർജ് പോകുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ എവരി റീചാർജിൽ നിങ്ങൾക്ക് 2 രൂപ എക്സ്ട്രാ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഒരു ഫോൺ റീചാർജ് ചെയ്യാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് വേണമല്ലേ? അക്കൗണ്ട് ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോൺ പേ ഗൂഗിൾ പേ വഴി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ സൈറ്റ് വഴി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് വേണം? നമ്മളെ അക്കൗണ്ടിൽ ഫണ്ട് കയറ്റണം അല്ലേ? അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സൈറ്റിനകത്ത് ഡെപ്പോസിറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ ഗൂഗിൾ പേ ഫോൺ പേ വഴി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്പനിയിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സാമ്പിൾ ഒരു 500 രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങൾ 500 രൂപ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മെനുവിൽ പോയി കഴിഞ്ഞ് റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി സർവീസിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 500 രൂപ നിങ്ങളുടെ വാലറ്റിൽ വന്ന് കിടപ്പുണ്ടല്ലേ? നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 500 രൂപ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വാലറ്റിൽ നിന്ന് 490 രൂപ എടുക്കുകയുള്ളൂ. അതായത് എവരി റീചാർജിൽ 2% റിഡീം ആകുമോ എന്ന് പറഞ്ഞാൽ ബാക്കി 10 രൂപ എടുക്കുന്ന എവിടുന്നാ? ഈ 750 രൂപയിൽ നിന്ന്. അതായത് 500ന്റെ 2% എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പൊ 750 രൂപയിൽ നിന്ന് 10 രൂപ എടുക്കും അല്ലെ? 500 നിന്ന് 490 എടുക്കുന്നുള്ളൂ. ബാലൻസ് 10 രൂപ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ റീചാർജ് ചെയ്യും, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നത്? ഇപ്പൊ 300 രൂപക്കാണ് റീചാർജ്, 300ന്റെ 2% എന്ന് പറയുന്നത് 6 രൂപയാണ്. 6 രൂപ എവിടെ നിന്ന് എടുക്കും? നിങ്ങളുടെ 750 രൂപ റിഡീമിൽ നിന്ന് എടുക്കും. അങ്ങനെ നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് പലവട്ടം റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണോ നിങ്ങളുടെ വീട്ടുകാരുടെ ഫോണോ കൂട്ടുകാരുടെ ഫോണോ ആരുടെ ഫോണുകൾ നിങ്ങൾക്ക് റീചാർജ് കൊടുക്കാം. എക്സാമ്പിൾ, എനിക്കിപ്പം റീചാർജ് ചെയ്യണം, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നെയിൽ കാർഡ് പ്രൊമോട്ടറാണ്. ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ 500 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് റീചാർജ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഈ 10 രൂപ റിഡീമും കിട്ടുന്നു. നിങ്ങൾക്ക് ആ 2 രൂപ ലാഭമാണ് അല്ലേ? മറ്റേ നമുക്ക് 2 രൂപ എക്സ്ട്രാ പോകില്ലേ ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ ചെയ്യുമ്പോൾ? അപ്പൊ നിങ്ങൾക്ക് പല വട്ടം റീചാർജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ 100% നിങ്ങളുടെ ക്യാഷ് ബാക്ക്, നിങ്ങൾക്ക് 750 രൂപയും ക്യാഷ് ബാക്ക് കിട്ടുന്നു അല്ലെ? വളരെ വണ്ടർഫുൾ ആയി അല്ലേ? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി, റിഡീം കിട്ടി, പ്ലസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്കൊരു ഷോപ്പിംഗ് റിഡീം വാലറ്റിൽ 750 പോയിന്റ് തന്നിട്ടുണ്ട്. അതെന്തിനാണ്? അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ആ പ്രൊഡക്റ്റിന്റെ ഇപ്പം 1500 ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 750 രൂപ, അതിന്റെ 50%, 1500ന്റെ 50% നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് ബാക്കി ഫണ്ട് നിങ്ങളുടെ ഷോപ്പിംഗ് റിഡീം പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വണ്ടർഫുൾ സിസ്റ്റമാണ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, 750 രൂപ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ അവസരങ്ങളായി. പ്രൈം ഷോപ്പിംഗ് മെമ്പറായി നിങ്ങൾക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് പർച്ചേസിന് അവസരം കിട്ടി. റീചാർജ് റിഡീം പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് ക്യാഷ് ബാക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഷോപ്പിംഗ് റിഡീം പോയിന്റും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ അവസരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഈ ബിസിനസിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അല്ലെ? നിങ്ങളുടെ മുതൽ മുടക്ക് എത്ര? 700. മുടക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടെ കമ്പനി തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് കൺസെപ്റ്റിന്റെ മാർക്കറ്റിംഗിന്റെ ഇതായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിനി ബിസിനസ് ആരംഭിക്കണം അല്ലെ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ആക്ടിവേഷൻ ആയ എല്ലാവർക്കും നിങ്ങളുടെ മെനുവിൽ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെനുവിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫർ ലിങ്ക് ഉണ്ടാകും. ആ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻകമാണ് ലൈഫ് ടീം ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലെഫ്റ്റ് ടീമും റൈറ്റ് ടീം, അതായത് നിങ്ങൾക്ക് 2 റെഫർ ലിങ്ക് ഉണ്ടാകും, ലെഫ്റ്റ് ലിങ്കും റൈറ്റ് ലിങ്കും. ഓൾറെഡി നിങ്ങൾക്ക് ആ റെഫർ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലോട്ട് പരിചയപ്പെടുത്താം. ആ പരിചയപ്പെടുത്തുന്നതിൽ കൂടി നിങ്ങൾക്ക് അമേരിക്കൻ ബൈനറി സിസ്റ്റം മോഡൽ, ബൈനറിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കമ്പനി തരുന്നുണ്ട്. ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ 2 പേരെ ലെഫ്റ്റും റൈറ്റും ഇന്ന് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? റെഫർ ചെയ്തിരിക്കണം. ഓൾറെഡി നമ്മൾ ബിസിനസ് ചെയ്യാൻ വന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ 2 പേരെങ്കിലും മസ്റ്റായിട്ട് റെഫർ ചെയ്തിരിക്കണം, ലെഫ്റ്റ് റൈറ്റ്.
അത് മാത്രമല്ല, നിങ്ങൾക്ക് ആദ്യത്തെ വരുമാനം ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സൈഡിൽ 2:1 എന്ന രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ വഴിയോ നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ വഴിയുള്ള ബിസിനസ് നടന്നാലും മതി. നിങ്ങൾ കിട്ടിയ അതേ അവസരം തന്നെയാണ് നിങ്ങൾ കൂടി വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിൽ കൂടി നിങ്ങൾക്ക് 2:1 എന്ന രീതിയിൽ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ ഇൻകം ലഭിക്കുന്നത് 2:1 എന്ന രീതിയിൽ നിങ്ങൾക്ക് 200 രൂപ ലഭിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ 750 രൂപ മുടക്കി നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ബെനിഫിറ്റും ലഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടി വലിയൊരു ഇൻകം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതാണ് ആദ്യത്തെ ലൈഫ് ടൈം ബോണസ്. ഓൾറെഡി 2:1 ആണ് നമ്മൾ ആദ്യത്തെ ക്രൈറ്റീരിയ, 2 റെഫറൽ മസ്റ്റ്. പിന്നീട് വരുന്ന എല്ലാ ബിസിനസ്സിനും 1:1 എന്ന രീതിയിൽ നിങ്ങളെ ലെഫ്റ്റും റൈറ്റും നടക്കുന്ന ബിസിനസിന്റെ ജോഡിക്ക് നിങ്ങൾക്ക് 200 രൂപ ലഭിക്കുന്നുണ്ടാവും അല്ലെ? ഒരു PV 1 രൂപ എന്നാണ് കമ്പനി കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ടീമിൽ അല്ലെ, നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നു, പിന്നെ 3 ആയി 6 ആയി, അങ്ങനെ 2 ഗ്രൂപ്പും ബിസിനസ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ബിസിനസ് 3:3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും അല്ലെ? ഒരു ജോഡിക്ക് 200 ആണെങ്കിൽ 3:3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 200 × 3 എന്ന രീതിയിൽ നിങ്ങൾക്ക് 600 രൂപ ഇൻകം ലഭിക്കുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത മണിക്കൂർ 10 ബിസിനസ് ലെഫ്റ്റും ഒരു 5 ബിസിനസ് റൈറ്റും വന്നു, എത്ര രൂപ ലഭിക്കും? 5:5 എന്ന രീതിയിൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് നമുക്ക് കമ്പനി പെർ അവറിൽ നിങ്ങൾക്ക് തരുന്ന സീലിംഗ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഓക്കെ, അപ്പൊ 1000 രൂപ വെച്ച് നമുക്ക് ഒരു അവറിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 24,000 ലഭിക്കുന്ന സിസ്റ്റമാണ് ലൈഫ് ടൈം ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 5:5 വന്നാൽ മതി അല്ലെ? നമുക്ക് 5 ജോഡി മാച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1000 രൂപ ലഭിക്കും. അപ്പൊ ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് എത്രയാണോ മാച്ച് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ബിസിനസ് ആണ് മാച്ച് 200 രൂപ കിട്ടും. ഇനി 2:2 ആണ് 400 കിട്ടും. 3:3 ആണെങ്കിൽ എത്ര കിട്ടും? 600 കിട്ടും. 5:5 ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം 1 സൈഡ് പവർ സൈഡ് നിങ്ങൾക്ക് എപ്പോഴും ക്യാരി ഫോർവേഡ് ആയിരിക്കും അല്ലെ? 10 അതിൽ 5:5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് ബാക്കി ബാലൻസ് ഉണ്ടാവും. അടുത്ത മണിക്കൂറിലോട്ട് നിങ്ങൾക്ക് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു ദിവസം 24,000 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു 7,20,000 രൂപ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ലൈഫ് ടൈം ബോണസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു സിസ്റ്റം കൂടിയുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? 3 ID തരുന്നുണ്ടാവും അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു IDയിൽ കൂടി ലഭിക്കുന്ന വരുമാനത്തെ കുറിച്ചാണ് അല്ലെ? ഒരു മണിക്കൂറിൽ ഒരു IDയിൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് കമ്പനി നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? 3 ID ലഭിക്കുന്നുണ്ട്. ആ 3 ID നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ എത്ര രൂപ ലഭിക്കാം? 3000 രൂപ ലഭിക്കും അല്ലേ? അപ്പോൾ ഒരു ID എടുത്താൽ എന്താണ് നിങ്ങൾക്ക് ഗുണം? 3 ID ആക്ടിവേഷൻ ചെയ്താൽ എന്താണ് ഗുണം? അത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾ ഒരു IDയിൽ കൂടിയാണ് ലെഫ്റ്റ് 5 റൈറ്റ് 5 വരുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 1000 രൂപ കിട്ടി അല്ലേ? ഓൾറെഡി നിങ്ങൾ 3 ID ആക്ടിവേഷൻ ചെയ്ത് വരികയാണ്. B2 B3 ഇത് നിങ്ങൾ തന്നെയാണ്. B1 B2 B3 നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈ B1 B2 B3 കൂടി നിങ്ങൾ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇതിലിപ്പോൾ നിങ്ങൾ ഒരു IDയിൽ 5 ബിസിനസ് വന്നപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 1000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ B2 B3 5 ബിസിനസ് ജോഡി മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 3 IDയിൽ എന്ത് ലഭിക്കുന്നുണ്ടാവും? 1000 രൂപ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നുണ്ടാവും അല്ലെ? അപ്പോൾ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് അവിടെ 3000 രൂപ നേടാൻ പറ്റും. 3 ID ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക്. ഒരു ID ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടാവും? 1000 രൂപ വെച്ച് 24 മണിക്കൂറിൽ 24,000 ലഭിക്കുന്നുണ്ടാവും. എന്നാൽ 3 ID കൂടി ലഭിക്കുകയാണെങ്കിൽ 3000 രൂപ വെച്ച് 24 മണിക്കൂറിൽ 72,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 72,000 × 30 എന്ന് പറയുമ്പോൾ 21,60,000 രൂപ. അപ്പൊ കമ്പനി നമ്മൾക്ക് ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് മാക്സിമം ഒരു IDയിൽ 1000 3 IDയിൽ 3000 തരാം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ബിസിനസിനെ ആസ്പദമാക്കി നിങ്ങൾ എങ്ങനെയാണോ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നത്. കമ്പനി തരാമെന്ന് പറയുന്നു, നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലൈഫ് ടൈം ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ID കൂടെ ചെയ്യാനുള്ള ഫണ്ട് എത്രയാണ്? 2,250 രൂപ വെച്ച് നിങ്ങൾക്ക് ഈ 3 ID ആക്ടിവേഷൻ ചെയ്തു വരാം. അല്ലെങ്കിൽ 750 രൂപ മുടക്കിക്കൊണ്ട് ഒരു ID ആക്ടിവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻകം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു മാജിക്കൽ ഇൻകം ആണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്നത്. എന്താണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് അല്ലെ? അപ്പൊ ഇതില് നമുക്ക് കാണാം 1 സ്റ്റാർ മുതൽ 10 സ്റ്റാർ വരെ ഓരോ സ്റ്റാറുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് 1 സ്റ്റാർ?
നമ്മൾ ഓൾറെഡി ബിസിനസ് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ലൈഫ് ടീം ബോണസിൽ കൂടി ഒരുപാട് വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 സ്റ്റാർ എന്ന സ്റ്റാറിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. നമ്മുടെ സൈറ്റിലൊക്കെ കാണുന്നുണ്ടാവും, ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ടാവും. 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റാറുകൾ വന്നിട്ടുണ്ട്. 6 സ്റ്റാർ, 7 സ്റ്റാർ വരെ ആളുകൾ എന്ത് ചെയ്തു? അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? ഇതിൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 സ്റ്റാർ, നിങ്ങൾ ഇത് കണക്റ്റായി വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടാൻ അർഹതയുള്ളത്. ബൈനറി എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും വരുന്ന ബിസിനസ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ടീം വരാം. പക്ഷേ നിങ്ങൾക്ക് ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങൾ ബൈനറി, നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ മൊത്തം നിങ്ങളുടെ ഫസ്റ്റ് ലെവലായിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ബൈനറിയിൽ നിങ്ങൾക്ക് റെഫർ ലിങ്ക് തന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്ത് 750 രൂപ അടച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റില് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ലിങ്ക് വന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ റെഫർ ലിങ്ക് ഉപയോഗിച്ച് ആരൊക്കെ ആക്ടിവേഷൻ ചെയ്ത് വന്നിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളുടെ ഈ ലെവലിൽ വരുമ്പോൾ ഫസ്റ്റ് ലെവലായിട്ട് മാറും. എക്സാമ്പിൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു 10 പേരെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ലെവലായിട്ട് കണക്കാക്കപ്പെടും ഈ ലെവൽ അപ്ഗ്രേഡിൽ വരുമ്പോൾ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഇൻകം ലഭിക്കുന്നത്? ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തു? 1 സ്റ്റാർ എന്ന രീതിയിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റീചാർജ് റെഡീം പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് 500 രൂപയുടെ. നിങ്ങൾക്ക് പർച്ചേസ് റെഡീം പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്തോ നിങ്ങൾക്ക് ഇത് ക്യാഷ് ബാക്ക് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ലെവലുള്ള ആളുകൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ 100% ഇൻകം നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. അപ്പൊ 500 രൂപ അല്ലെ, നിങ്ങളൊരു 10 പേര് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 500 × 10 5000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി 5 പേരാണെങ്കിൽ 5 പേരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി 2 പേരേ ഉള്ളത് 2 പേരിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങൾ അത്ര പേരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അതോട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ലെവൽ അല്ലെ, 2 സ്റ്റാർ ഉണ്ട്. നിങ്ങൾക്ക് 2 സ്റ്റാറിൽ ഇൻകം ലഭിക്കണമെങ്കിൽ നിങ്ങളും 2 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് ലെവലുള്ള ആളുകൾ അവരുടെ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ ഇൻകം നിങ്ങൾക്ക് ലഭിക്കും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നു, അവർ 10 പേര് നിങ്ങളെ ഫസ്റ്റ് ലെവലാണ്, അവരുടെ 500 നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അയാളിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ല. അവിടെ നിന്ന് എന്താണ് ലഭിക്കുന്നത്? അവരുടെ ടീമിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നത്. അപ്പോൾ ആ 10 പേര് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. 10 പേരും 10 പേരെ വീതം കൊണ്ടുവന്ന് എത്ര പേരെ? സെക്കൻഡ് ലെവലിൽ 100 പേരായി അല്ലേ. ഈ 100 പേരുടെ ആദ്യത്തെ അപ്ഗ്രേഡ് ആർക്ക് കിട്ടും? ആ 10 പേർക്കാണ് കിട്ടുക. പക്ഷേ ആ 100 പേരുടെ സെക്കൻഡ് അപ്ഗ്രേഡ് നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. അപ്പൊ എത്രയായി? 1 ലക്ഷം രൂപ വരെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടാവും അല്ലെ. 1000 × 10, 1000 × 100 എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി 100 പേര് പറഞ്ഞു ഒരു നിർബന്ധമില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അവിടെ നിങ്ങൾക്ക് 10 ആണോ 20 ആണോ 30 ആണോ ഒരാളാണോ നിങ്ങൾക്ക് അതിനുള്ള ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി 3 സ്റ്റാറിലോട്ട് വരുമ്പോൾ അല്ലെ, 3ാമത്തെ സ്റ്റാർ എന്ന് പറയുമ്പോൾ 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകൾ 3ാമത്തെ സ്റ്റാർ, അതായത് 100 പേരുണ്ടല്ലോ, 100 പേര് സെക്കൻഡ് ലെവൽ വന്നിരിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന ആളുകളാണ് 3ാമത്തെ ലെവൽ എന്ന് പറയുന്നത്. 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകൾ 3ാമത്തെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഫസ്റ്റും സെക്കൻഡും അവർ കൊണ്ടുവന്ന ആൾക്കാർക്ക് അതിന്റെ മുകളിലുള്ള ആൾക്കാർ ലഭിക്കുന്നുണ്ടെങ്കിൽ 3ാമത്തത് നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ 1500 വെച്ച് 1000 പേരുണ്ടെങ്കിൽ 15 ലക്ഷം അല്ലേ. ഇനി 100 പേരാണെങ്കിൽ എത്രയായി? 1.5 ലക്ഷമായി. അപ്പൊ ഇങ്ങനെ നമുക്ക് 10 സ്റ്റാർ ഉണ്ട്. 10 സ്റ്റാറിൽ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ 10ാമത്തെ ലെവലിൽ 10,000 5000 ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകളിൽ നിന്നൊക്കെ 5000 രൂപ വെച്ച് വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതൊരു ഹ്യൂജ് വരുമാനം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾ ഇത് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ സംഭവിക്കണേ? നമ്മളെല്ലാം അനിയന്ത്രിതമായ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആരംഭിക്കും അല്ലേ. കമ്പനിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ എല്ലാവരും വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം നമുക്കൊക്കെ വാലറ്റിൽ ഫണ്ട് കിടപ്പുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് എന്ന സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ റീപർച്ചേസ് വാലറ്റിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ എത്രയാണോ PV, ഞാൻ ആദ്യം ഒരു PV പറഞ്ഞിരുന്നല്ലേ, 25 PV, 50 PV, 100 PV എന്നൊക്കെയുള്ള ഓരോ പ്രൊഡക്റ്റിന്റെയും PV പറഞ്ഞിട്ടുണ്ട്. ആ PV 100% നിങ്ങൾക്ക് സെൽഫ് പർച്ചേസ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നുണ്ടാവും. എക്സാമ്പിൾ, നിങ്ങൾ പല പ്രോഡക്റ്റ്, ഇനി ഒരു പ്രോഡക്റ്റിന് 100 PV ആണെങ്കിൽ അങ്ങനെ വിവിധ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 5000 രൂപ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അതിലെല്ലാം കൂടെ ചേർന്ന് ഒരു 600 PV ഉണ്ടെങ്കിൽ 600 രൂപ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് സെൽഫ് പർച്ചേസ് ഇൻകം എന്ന് പറയും. അതായത് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ്. ഓക്കെ, അടുത്ത 4ാമത്തെ ഒരു ഇൻകം ആണ് റീപർച്ചേസ് ടീം ബോണസ്.
ഇത് വളരെ മനോഹരമായ ഒരു ഇൻകമാണ്. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പം നമ്മളെല്ലാം ചിന്തിക്കുക, നമ്മളൊക്കെ റീപർച്ചേസ് ചെയ്യണം അല്ലേ? ഓൾറെഡി റീപർച്ചേസ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ബൈനറി ഉണ്ടല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ 750 രൂപ ആക്ടിവേഷൻ ചെയ്തോ അല്ലെങ്കിൽ 2250 രൂപ ആക്ടിവേഷൻ ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡിങ്ങും നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണൽ നിങ്ങൾ പർച്ചേസിങ്ങും ഒക്കെ ലഭിക്കുന്നുണ്ടോ? എല്ലാവരും എന്തിനാണോ വന്നിരിക്കുന്ന വരുമാനം ലഭിക്കാനും അതുവഴി നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ബാങ്കിലോട്ട് വിഡ്രോൾ കൊടുക്കും അല്ലേ? എവരി ടൈം നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ 10% അവിടെ ഒരു റീപർച്ചേസ് വാലറ്റ് എന്ന് പറഞ്ഞ വാലറ്റ് അവിടെ ഉണ്ട്. ആ വാലറ്റിനകത്തോട്ട് ഒരു 10% മാറ്റി വെക്കപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ ഫണ്ട് മാറ്റി വെക്കുന്നത്? നിങ്ങൾക്ക് എനി ടൈം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10% മാറ്റി വെക്കുന്നത്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇന്നൊരു 1000 രൂപ വന്നു, നിങ്ങളത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ റീപർച്ചേസ് വാലറ്റിലോട്ട് മാറ്റുന്നുണ്ടാവും. ഇനി 10,000 രൂപയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 1000 രൂപ റീപർച്ചേസ് വാലറ്റിലോട്ട് വന്നിട്ടുണ്ടാവും. എത്രയാണോ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് അതിന്റെ 10% എവറി ടൈം നിങ്ങളുടെ റീപർച്ചേസ് വാലറ്റിലോട്ട് മാറ്റി വെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എന്ത് സംഭവിക്കും? റീപർച്ചേസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ റീപർച്ചേസ് എല്ലാവരും ചെയ്യും. ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരുടെ വാലറ്റിലും, ആക്റ്റീവായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാവരുടെ വാലറ്റിലും റീപർച്ചേസ് വാലറ്റിൽ ഫണ്ട് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ലെഫ്റ്റും റൈറ്റും, ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ സ്റ്റെം സെൽസ് ഉണ്ട്. നമ്മുടെ സ്റ്റെം സെൽസിന് 1200 സ്റ്റെം സെൽസിന്റെ PV എന്ന് പറയുന്നത് 100 PV ആണ്. അപ്പൊ 200 ഗ്രാമിന്റെ സ്റ്റെം സെൽസ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് അതിൽ 100 PV അല്ലെ? ലെഫ്റ്റ് ഒരു ടീം പർച്ചേസ് ചെയ്തു, റൈറ്റ് ഒരു ടീം പർച്ചേസ് ചെയ്യുമ്പോൾ 100 PV ആണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വാലറ്റിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തല്ലേ? കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടില്ല. ഓൾറെഡി കമ്പനിയുടെ റീപർച്ചേസ് വാലറ്റിൽ ഫണ്ട് കിടപ്പുണ്ട്, അതുപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് 100 രൂപ ഇൻകം ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഡൗണിലുള്ള ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരു 3000 PV അല്ലെ? ഒരുപാട് ആളുകൾ നിങ്ങളെ ലെഫ്റ്റും റൈറ്റും ഗ്രൂപ്പിലുണ്ട്, ഇവരുടെയൊക്കെ വാലറ്റിൽ ഫണ്ട് ഉണ്ട്. ഇവരെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 PV വന്നാൽ നിങ്ങൾക്ക് 100 രൂപ ലഭിക്കുന്നുണ്ടാവും. ഇനി 500 PV 500 രൂപ ലഭിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ 3000 PV എന്നാൽ എത്ര ലഭിക്കും? 3000 രൂപ ലഭിക്കുന്നുണ്ടാവും. 500 PV എന്നാലോ 5000 ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മാക്സിമം റീപർച്ചേസ് ടീം ബോണസ് ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് 5000 രൂപയാണ്. ഇവിടെ സെയിൽസ് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് കേട്ടോ അല്ലെ? നമുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യും, എല്ലാവരും ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇൻകം ആണ് റീപർച്ചേസ് ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയിൽ കൂടി നിങ്ങൾക്ക് ഡെയിലി 5000 ലഭിക്കുന്ന സിസ്റ്റമാണ് റീപർച്ചേസ് ബൈനറി. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 3 ഐഡിയ ഉണ്ട്. 3 ഐഡിയിൽ കൂടി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ ലഭിക്കും? ഒരു ദിവസം 15,000 രൂപ ലഭിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ 15,000 രൂപ വെച്ച് നിങ്ങൾ 3 ഐഡിയിലും കൂടെ വാങ്ങിയ ഒരു മാസം എത്രയായി? 4.5 ലക്ഷം രൂപ ലഭിക്കുന്ന സിസ്റ്റമാണ് റീപർച്ചേസ് ടീം ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ടീമിൽ നടക്കുന്ന റീപർച്ചേസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് റീപർച്ചേസ് ഇൻകം ലഭിക്കുന്നത്. ഒരു ദിവസം മാക്സിമം 5000 രൂപ. ഓക്കെ, 3 ഐഡിയിൽ കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ, ഒരു മാസം 4.5 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ മിനിമം എന്ത് ചെയ്യണം? ഒരു 250 PV സാധനം പർച്ചേസ് ചെയ്താൽ 1 ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പിന്നെ പർച്ചേസ് ചെയ്യേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വാലറ്റ് ഫണ്ട് കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു ഇൻകമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. ഇതൊരു ഹ്യൂജ് വരുമാനമാണ് കേട്ടോ. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്താണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് റീപർച്ചേസ് ബൈനറി, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു ഇൻകമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് വന്ന ആളുകൾ, നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ, ഇത് ലെവലിലാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ മൊത്തം എവിടെ വരും? ഫസ്റ്റ് ലെവലിൽ വരും. നിങ്ങൾ 5 പേരാണ് സ്പോൺസർ ചെയ്തെങ്കിൽ 5 പേര് എവിടെ വരും? ഫസ്റ്റ് ലെവലിൽ വരും. ഇനി 10 പേരാണ് നിങ്ങൾ സ്പോൺസർ ചെയ്തതെങ്കിൽ 10 പേര് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ വരും. നിങ്ങൾ ഈ പ്ലാൻ കേൾക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ആളുകളെ റെഫർ ചെയ്യും. എന്തിനാണ് റെഫർ ചെയ്യുന്നത്? പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു ഏതാണ്? റീപർച്ചേസ് ബൈനറി. ഈ റീപർച്ചേസ് ബൈനറിയിൽ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെ, റീപർച്ചേസ് എന്തായാലും കാണും. അപ്പോൾ ആരെങ്കിലും 5000 രൂപ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ 50% ലഭിക്കും അല്ലെ?
റീപർച്ചേസ് ബൈനറിയിൽ നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ വാങ്ങുന്ന വരുമാനത്തിന്റെ 50% നിങ്ങൾക്ക് ലഭിക്കും. ഇനി അദ്ദേഹം 5000 വാങ്ങിച്ചാൽ 2500 ലഭിക്കും. ഇനി 1000 ആണെങ്കിൽ 500 ലഭിക്കും. 3000 ആണെങ്കിൽ 1500 ലഭിക്കും. നിങ്ങൾ 10 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിലോ 10 പേരും 5000 രൂപ വെച്ച് വാങ്ങുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് 25,000 ലഭിക്കും അല്ലേ? 50,000 രൂപ ടോട്ടൽ. അതിന്റെ 50% എത്ര? 25,000 രൂപ. ഓരോരുത്തരും 2500 വെച്ച് 10 പേരിൽ നിന്ന് 25,000 രൂപ ലഭിച്ചില്ലേ? അപ്പൊ എത്രയാണോ വാങ്ങുന്നത്, അവർ എത്ര രൂപയാണോ, ചിലപ്പോൾ 2000 വാങ്ങാം, 5000 വാങ്ങാം, 3000 വാങ്ങാം. പലരും പല രീതിയിലായിരിക്കും വരുമാനം വാങ്ങുന്നത്. എന്തായാലും നിങ്ങൾക്ക് അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 50% നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യും? ആളുകളെ റെഫർ ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെയാണ് നിങ്ങൾ സ്പോൺസർഷിപ്പിന്റെ എണ്ണം കൂട്ടുക. കാരണം നിങ്ങൾ എത്രത്തോളം ആളുകൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു അത്രത്തോളം വരുമാനം മാറാനുള്ള വലിയൊരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ അപ്പ് ലൈനോ ഡൗൺ ലൈനോ അങ്ങനെയൊന്നുമില്ല. ഈ ഇൻകം എത്രത്തോളം മാക്സിമം ആളുകൾ ആരാണോ റെഫർ ചെയ്യുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻകം ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നുണ്ടോ? കാരണം എന്താണ്? എവരി ടൈം നിങ്ങളുടെ ഈ എല്ലാ പ്ലാനിലും വരുന്ന ഇൻകം ഒരു വാലറ്റിലാണ് വരുന്നത്. നിങ്ങൾ ഇതെല്ലാം വിഡ്രോ ചെയ്യുമ്പോൾ എവരി ടൈം 10% റീപർച്ചേസ് വാലറ്റിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സർക്കിൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യും? വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ലെവൽ 2 20% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആള് 10 പേരുണ്ടെങ്കിൽ ഈ 10 പേര് കൊണ്ടുവരുന്ന ആളുകളാണ് നിങ്ങളുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആദ്യം 10 പേരുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ 10 പേര് ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സെക്കൻഡ് ലെവൽ എത്ര പേര് വരും? 100 പേര് വരും അല്ലേ? 100 പേര് വാങ്ങുന്ന വരുമാനത്തിന് 20%. നേരത്തെ 5000 കണക്ക് പറഞ്ഞു, അതൊക്കെ മാറ്റി നിങ്ങൾ ഒരു 1000 രൂപ വെച്ച് ഡെയിലി വാങ്ങിക്കും. ഈ 100 പേരും 1000 രൂപ വെച്ച് വാങ്ങിച്ച് എത്രയായി? 1,00,000 രൂപയല്ലേ ഒരു ദിവസം അവരെല്ലാരും കൂടെ ചേർന്ന് വാങ്ങുന്നത്. അതിന്റെ 20% നിങ്ങൾക്ക് ലഭിക്കും. എത്രയായി? 20,000 രൂപ. അപ്പൊ ഒരാൾ 1000 രൂപ വെച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും? 200 രൂപ കിട്ടുന്നുണ്ടാവും അല്ലെ? അങ്ങനെ 100 പേര് വാങ്ങിച്ച് എത്രയായി? 20,000 നിങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെയായ അടുത്ത ലെവൽ എത്രയാ? മൂന്നാമത്തെ ലെവലിൽ 10% നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി 100 പേരും 10 പേരും 1000 പേരല്ലേ? ഈ കണക്ക് നോക്കുകയാണെങ്കിൽ 5 ലെവൽ വരെ നിങ്ങൾക്ക് ഇൻകം ലഭിക്കും. 50%, 20%, 10%, 10%, 10% വെച്ച് നിങ്ങൾക്ക് 5 ലെവലിൽ നിങ്ങൾക്ക് എന്തുണ്ട്? റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് റീപർച്ചേസ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് റീപർച്ചേസ് ബൈനറി വാങ്ങുന്ന വരുമാനത്തിന്റെ 50%, 20%, 10%, 10%, 10%. ഇത് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്. ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഇൻകം ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കണക്ക് പറയാം. ഈ നിങ്ങളുടെ ഈ 5 ലെവലിലും കൂടി ഒരു 2000 പേരുണ്ട് അല്ലെ? ഒരു 2000 പേര് ഒരു മാസത്തിൽ ഒരു 1000 രൂപ ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും പേരും ഈ 2000 പേരും 1000 രൂപ വെച്ച് ഇൻകം വാങ്ങിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1000 ഇൻറ്റു എത്രയായി? 2000, 20 ലക്ഷം രൂപയായി. അതിന്റെ 10% എടുത്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു മാസം 2 ലക്ഷം രൂപ കിട്ടും. ഒരു മാസത്തില് ഒരേ ഒരു തവണ 1000 വെച്ച് വാങ്ങിച്ചാൽ പോലും. അപ്പൊ ഒരു മാസത്തിൽ 30 തവണ വാങ്ങിച്ചാലോ 60 ലക്ഷം രൂപയായോ? എന്നാൽ ഒരു മാസത്തിൽ 15 തവണ വാങ്ങിച്ചാലോ 30 ലക്ഷം രൂപ. ഇതൊരു ഹ്യൂജ് വരുമാനമാണ്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റെഫർ ചെയ്യുക. ഇതിനകത്ത് ഈ ബിസിനസ് പ്ലാൻ അനുസരിച്ച് കമ്പനിക്ക് എന്ത് നടക്കുന്നുണ്ടാവും? ഹ്യൂജ് ആയിട്ടുള്ള സെയിൽസ് നടക്കും അല്ലേ? വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പ്ലാൻ നമ്മുടെ MD തയ്യാറാക്കി തന്നിട്ടുള്ളത്. വളരെ വളരെ മനോഹരമായിട്ടാണ്. നമ്മൾ എത്ര രൂപ ഇവിടെ മുടക്കിയിരിക്കണം ഈ ഇൻകം ലഭിക്കാൻ വേണ്ടി. നിങ്ങൾ ഇതിനകത്തോട്ട് കടന്നു വന്നു, മാക്സിമം ഇൻകം കൊടുക്കുകയാണ്. 750 രൂപ മുടക്കി അല്ലെങ്കിൽ 2250 രൂപ നിങ്ങൾ മുടക്കിയിട്ടുള്ളത് അല്ലെ? വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്, റീചാർജ് റെഡീം പോയിന്റ് ലഭിക്കുന്നുണ്ട്, പർച്ചേസിംഗ് റെഡീം പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കമ്പനിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്ഷൻ കമ്പനി തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മളെല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ബിസിനസ് അവസരം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സിസ്റ്റമാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും ഇൻകം ലഭിക്കുമ്പോൾ നമുക്കൊരു റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് ഒക്കെ കിട്ടണം അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി 6 റാങ്ക് ആൻഡ് റിവാർഡ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്, സെക്കൻഡ് റാങ്ക് സിൽവർ, അത് കഴിഞ്ഞ് ഗോൾഡ്, അത് കഴിഞ്ഞ് ഡയമണ്ട്, പ്ലാറ്റിനം, ക്രൗൺ. ഇത്രയും റാങ്കുകളുണ്ട്. നമുക്ക് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ റീപർച്ചേസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ റാങ്കും റിവാർഡൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിൽസ് ആണ്. എന്തുകൊണ്ടാണ് മാക്സിമം ഇൻകം നമ്മൾക്ക് വരുന്നത്? കമ്പനി ഉദ്ദേശിക്കുന്നത് മാക്സിമം സെയിൽസ് ഉണ്ടാക്കുക. ആളുകൾ എത്രത്തോളം ആളുകൾ ഇതിനകത്തോട്ട് വരുന്നു അത്രത്തോളം ആളുകൾക്ക് ഹ്യൂജ് ആയിട്ട് വരുമാനം കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പർച്ചേസിങ് ഓട്ടോമാറ്റിക്കലി നടത്തിക്കൊണ്ട് ഒരു മാസീവായ ഒരു പർച്ചേസിങ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടി നമ്മൾക്കൊരു വലിയൊരു ഫിനാൻഷ്യൽ പീരീഡ് എടുത്താനുള്ള ഒരു വലിയൊരു അവസരമാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്.
ഓക്കെ, ഓൾറെഡി ഇനി നമുക്കൊരു നൈൽ കാർഡിന്റെ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് പ്രോഗ്രാം വരാൻ പോവുകയാണ്. ഏർക്കാട് വെച്ചാണ് നടക്കുന്നത്. നമ്മൾക്ക് ഈ മാസം ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5000 രൂപ വരുമാനം ഏതാണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ബൈനറി, അതിൽ കൂടി നിങ്ങൾ 5000 രൂപ വരുമാനവും ഒരു 3 ലെവൽ അപ്ഗ്രേഡും ചെയ്യുന്ന ആർക്കും എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അത് ഈ മാസം എൻഡ് വരെയാണ് അവസരമുള്ളത്. ജനുവരി ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും നമ്മുടെ ഈ ഏർക്കാടുള്ള പ്രോഗ്രാം നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഏർക്കാട് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും, ഒരു ട്രെയിനിങ് നമുക്കും കിട്ടുന്നുണ്ടാവും. അപ്പോ എന്തായാലും ഇത്ര നേരം നിങ്ങൾ ഈ ബിസിനസ് പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് വന്നിട്ട് ആളുകൾ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾ കടന്നു വന്നിട്ടില്ല. അതിൽ നിങ്ങൾ വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. നിങ്ങളുടെ ലൈഫിൽ അല്ലെ 750 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തു പോയി ഒന്ന് നല്ലൊരു ഫുഡ് കഴിച്ച് വരുന്ന പണം 750 രൂപ തീരില്ല. എത്രയോ രൂപകൾ നമ്മൾ വെറുതെ കൊണ്ട് കളയുന്നുണ്ട്. നിങ്ങൾ 750 രൂപ മുടക്കുക എന്നുള്ളതല്ല, ആ മുടക്കുന്നതിൽ കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക അല്ലേ. നമ്മൾ 750 രൂപ കമ്പനി ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ദിവസം ഒരു 1000 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പനി എന്താ പറയുന്നത്, 24 മണിക്കൂർ 24,000 അല്ലെങ്കിൽ 24 മണിക്കൂർ 72,000 ഇത് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അതിന് കമ്പനിയുടെ അവസരം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ അവസരമാണ് കമ്പനി തരുന്നത്. ആ അവസരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. അതിനുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. വരുന്ന 2026 ഇന്ന് ഈ ബിസിനസ്സിൽ വന്ന എല്ലാവരുടെയും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ടുള്ള യാത്ര ഇന്നു മുതൽ ആരംഭിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബിസിനസ് പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നു. ജയ് നൈൽ കാർഡ്.